നമസ്കാരം. തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നിരവധി പുതുമുഖ നടിമാർ വന്നിട്ടുണ്ട്. എന്നാൽ ഇവരിൽ കുറച്ചു പേർക്ക് മാത്രമേ ജനപ്രീതി നേടാനായുള്ളൂ. ഇതിൽ ഒരാളാണ് മമിത ബൈജു. പ്രേമലുവിന്റെ വിജയത്തോടെ മമിത മുൻനിര നായിക നടിയായി മാറി. തെന്നിന്ത്യയിലെ താരമായി മമിത മാറുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ആരാധകർ. മമിതയുടെ പുതിയ സിനിമകളിൽ ആരാധകർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. വിജയ്ക്കൊപ്പം എത്തുന്ന ജനനായകൻ എന്ന സിനിമ അണിയറയിൽ ഒരുങ്ങുകയാണ്. ഇതിനൊപ്പം സൂര്യ, ധനുഷ് എന്നിവരുടെ സിനിമകളിലും മമിത അഭിനയിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം സോഷ്യൽ മീഡിയയിൽ ഇതേക്കുറിച്ച് മറ്റൊരു തരത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. സൂര്യ ഇന്ന് പ്രായമായ താരമാണ്. 49കാരനാണ് സൂര്യ. വിജയുടെ പ്രായം 50. യുവനടിയായ മമിത ഇവരുടെ നായികയായാൽ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെടുമെന്നാണ് വാദം. സൂര്യ സാറും മമിതയും ജോഡികളായി വന്നാൽ അത് ഏറ്റവും ദോഷം ചെയ്യാൻ പോകുന്നത് മമിതയ്ക്ക് തന്നെയാകും. കാരണം ഒരു തവണ ഒരു സീനിയർ ഹീറോയുടെ നായികയായാൽ യങ് ഹീറോസ് ഒന്നും പിന്നെ അവരെ തങ്ങളുടെ നായികയാക്കില്ല. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഫീൽഡ് ഔട്ട് ആവുകയോ അല്ലെങ്കിൽ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ മുത്തച്ഛന്റെ പ്രായമുള്ള നടന്മാരുടെ നായികയാവുകയോ ചെയ്യണം. ഇനിയിപ്പോ പെങ്ങൾ റോൾ, വളർത്തുമകൾ റോൾ ഒക്കെയാണെങ്കിൽ നല്ലതാകും. സൂര്യ സാറിന്റെ നായികയായി വന്നാൽ പിന്നെ നെസ്ലിനൊന്നും നായികയായി അടുപ്പിക്കില്ല. ഇതൊക്കെയാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഈ വാദത്തിന് ഉദാഹരണമായി തെലുങ്ക് സിനിമാ രംഗത്ത് നയൻതാര, തൃഷ എന്നീ നടിമാർക്ക് ഇപ്പോൾ ലഭിക്കുന്ന റോളുകൾ ചൂണ്ടിക്കാട്ടി. ചിരഞ്ജീവി, ബാലകൃഷ്ണ എന്നീ നടിമാരുടെ നായികയായി മാത്രമേ തെലുങ്ക് സിനിമകളിൽ വർഷങ്ങളായി നയൻതാരയെ കാണാറുള്ളൂ. തൃഷ വർഷങ്ങൾക്ക് ശേഷം അഭിനയിക്കുന്ന തെലുങ്ക് ചിത്രം വിശ്വംഭരയിൽ ചിരഞ്ജീവിയാണ് നായകൻ. നയൻതാരയും ചിരഞ്ജീവിയും ഗോഡ് ഫാദറിന് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന തെലുങ്ക് ചിത്രം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയും ചെയ്തു. ചിരഞ്ജീവിക്കും ബാലകൃഷ്ണയ്ക്കും ഒപ്പം നായികയായി എത്തിയാൽ തെലുങ്കിലെ യുവതാരങ്ങൾക്കൊപ്പം അവസരം ലഭിക്കുക സാധ്യതമല്ലെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. അതേസമയം തെലുങ്കിലെ യാഥാസ്ഥിതിക സ്റ്റീരിയോ ടൈപ്പ് സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് തമിഴ് സിനിമാ ലോകം. അതുകൊണ്ട് തന്നെ മമിതയുടെ ഗ്രാഫും ഇങ്ങനെയാകുമെന്ന് പറയാൻ പറ്റില്ല.